നമസ്കാരം, കണ്ണൂർ വൺ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കിരൺ കൃഷ്ണ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. This news brought to you by Trust Hospital, John Mill Road, South Bar. UDF ഭരണകാലത്ത് നടന്ന ഷുക്കൂർ വധക്കേസിലെ പോലീസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്ന് അഡ്വക്കേറ്റ് ടി.പി. ഹരീന്ദ്രൻ. ചില പ്രതികളെ രക്ഷിക്കാൻ തന്ത്രപരമായ നീക്കങ്ങളും ഇടപെടലുകളും ഉണ്ടായെന്ന് ഹരീന്ദ്രൻ. CPM അടിമുടിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. CKPക്കെതിരെ നടപടിയെടുത്ത CPM EP ജയരാജന്റെ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും അബ്ദുള്ളക്കുട്ടി. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ ലൈബ്രറികൾക്ക് പോലും വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി. സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്താനുള്ള വഴി തെളിയുന്നു. മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർക്ക് തള്ളാനാകില്ലെന്ന നിയമോപദേശം. തീരുമാനം കാത്ത് സർക്കാർ. വാർത്തകൾ വിശദമായി. പുത്തൻ പ്രതീക്ഷകളുമായി 2023. ഏവർക്കും കണ്ണൂർ വണ്ണിന്റെ പുതുവത്സരാശംസകൾ. നേട്ടങ്ങളും നഷ്ടങ്ങളും നൽകി 2022 അസ്തമിച്ചു. 2023 കടന്നുവന്നു. ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ജനുവരി 1 പുതുവർഷത്തിന് തുടക്കം കുറിക്കുക. മലയാളികൾക്ക് മലയാള മാസങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്ക് അവരുടേതായ കലണ്ടറുണ്ട്. പെരുന്നാൾ ഉൾപ്പെടെ തീരുമാനിക്കപ്പെടുന്നത് ആ കലണ്ടർ അനുസരിച്ചാണ്. ആകാശത്ത് ചന്ദ്രൻ ദൃശ്യമാകുന്നതിനനുസരിച്ച് ഇസ്ലാമിക കലണ്ടർ പ്രകാരം കാര്യങ്ങൾ നടക്കും. ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് മാസത്തിന് തുടക്കം കുറിക്കുക ആകാശത്തിൽ ചന്ദ്രൻ ദൃശ്യമാകുന്നതനുസരിച്ചാണ്. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ജനുവരി 1 പുതുവർഷ തുടക്കം. ജനുവരി 1 എന്നത് യേശുക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. 2023 എന്നുദ്ദേശിക്കുന്നത് യേശുക്രിസ്തു ഭൂമിയിൽ പിറന്നിട്ട് 2023 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നാണ്. യൂറോപ്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും തുടർന്ന് ബ്രിട്ടീഷ് ഭരണവും വന്നതോടെയാണ് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് കലണ്ടർ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെടുകയും ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തത്. ഓരോ പുതുവർഷം കടന്നു വരുമ്പോഴും പിറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ കടന്നുപോയ വർഷത്തിൽ നേട്ടങ്ങളും കോട്ടങ്ങളും കാണാൻ കഴിയും. പുതുവർഷം കടന്നു വരുമ്പോൾ ഈ വർഷത്തിൽ നേട്ടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. പുതുവർഷ തലേ ദിവസം രാത്രിയിൽ വമ്പിച്ച ആഘോഷങ്ങളാണ് എല്ലായിടത്തും കാണാൻ കഴിഞ്ഞത്. കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് അർദ്ധരാത്രിയിൽ വരെ വൻ ജനാവലിയായിരുന്നു. പടക്കം പൊട്ടിച്ചും പാട്ടുപാടിയുമാണ് ജനങ്ങൾ പുതുവർഷത്തെ വരവേറ്റത്. കണ്ണൂർ വൺ കണ്ണൂർ. UDF ഭരണകാലത്ത് നടന്ന ഷുക്കൂർ വധക്കേസ് പോലീസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്ന് അഡ്വക്കേറ്റ് ടി.പി. ഹരീന്ദ്രൻ. ചില പ്രതികളെ രക്ഷിക്കാൻ തന്ത്രപരമായ നീക്കങ്ങൾ നടന്നു. DYSP സുകുമാരന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നതെങ്കിലും CPMക്കാരായ പ്രതികളെ രക്ഷിക്കാൻ തന്ത്രപരമായ നീക്കങ്ങളും ഇടപെടലുകളും ഉണ്ടായെന്ന് ടി.പി. ഹരീന്ദ്രൻ പറഞ്ഞു. കണ്ണൂർ പള്ളിക്കുന്നിലെ വസതിയിൽ വെച്ച് കണ്ണൂർ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ടി.പി. ഹരീന്ദ്രൻ. തനിക്കെതിരെ മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് KA ലത്തീഫ് നൽകിയ പരാതിയിൽ തലശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നു. കേരളത്തിലുടനീളം മുസ്ലിം ലീഗിന്റെ തീരുമാനമനുസരിച്ച് 14ഓളം സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ പരാതി നൽകി എന്നാണ് പറയപ്പെടുന്നത്. ഇത് പരിഹാസ്യമാണെന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും അഡ്വക്കേറ്റ് ടി.പി. ഹരീന്ദ്രൻ പറഞ്ഞു. അല്ല, ഇതിപ്പോൾ ഞാൻ വാർത്ത കണ്ടെടുത്തോളം അത് കേരളത്തിൽ പല സ്ഥലത്തും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതേ പരാതികൾ പല പോലീസ് സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇതിൻ്റെ ലീഗിൻ്റെ തന്നെ അവരൊരു അഭിഭാഷക സംഘടനയുണ്ട്. അവർ പറഞ്ഞത് ഇങ്ങനെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതേപോലുള്ള കേസുകൾ കൊടുക്കും എന്നൊക്കെയാണ്. പക്ഷെ അത് തന്നെ ഒരു അഭിഭാഷക സംഘടനയാണെങ്കിൽ ആ രീതിയിൽ പറയാനേ പാടില്ല. ഞങ്ങളിപ്പോൾ ഒരു ഇൻസിഡൻറ്റ് നടന്നു. ആ ഇൻസിഡൻറ്റ് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നമ്മൾ യൂറിസ്ഡിക്ഷനൊക്കെ നിയമത്തിൽ നിയമകാര്യങ്ങൾ ചെയ്യുമ്പോൾ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ അതിനൊക്കെ ഈ ഒരു ടെറിട്ടോറിയൽ ജ്യൂറിസ്ഡിക്ഷൻ നമുക്കുണ്ട്. ഇപ്പം ഞങ്ങളിവിടുന്ന് ഒരാളെ അടിച്ചു എന്ന് പറഞ്ഞാൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിങ്ങൾ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ മാത്രമേ കേസ് കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ പിന്നെ നിങ്ങളുടെ പരാതി എങ്ങനെ തലശ്ശേരി സ്റ്റേഷനിൽ വന്നു? അഡ്വക്കേറ്റ് ലത്തീഫ് തലശ്ശേരിയിൽ കൊടുത്തു. അതിപ്പോൾ ഓരോരുത്തരും ഇരിക്കുന്ന ഈ പറയുന്ന സംഘടനേൻ്റെ ആളുകൾ അല്ലെ നേതാക്കന്മാർ അവർ താമസിക്കുന്നയോ അല്ലെങ്കിൽ ഓഫീസുള്ളിയോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഞാൻ ഒന്ന് തൃക്കരിപ്പൂരായിട്ടൊന്ന് കൊടുത്തു. അതിൻ്റെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു കിട്ടിയിട്ടുണ്ട്. അവിടെ ഏതോ ഇതിൻ്റെ സംഘടനയുടെ വക്കീലന്മാർ ഇങ്ങനെ CIക്ക് മുന്നിൽ ഒരു പരാതി കൊടുക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ
എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അതൊന്നും അത് നമ്മളിപ്പോൾ സമീപകാല ഈ ക്രിമിനൽ കേസുകളുടെ അത് നടത്തിക്കൊണ്ടുപോകുന്നതൊക്കെ നടപടിക്രമങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം ഈ 1-2 ഇൻസിഡൻസ് ഉണ്ട്. ഒരു ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നൂറ് ശർമ്മയുടെ പേരിൽ കുറേ സ്ഥലത്ത് കേസ് കൊടുത്തു. ഛത്തീസ്ഗഡ് കൊടുത്തു, ജാർഖണ്ഡ് കൊടുത്തു, മഹാരാഷ്ട്ര കൊടുത്തു, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും കൊടുത്തു, തമിഴ്നാട്ടിൽ കൊടുത്തു. പക്ഷെ ഒരു കേസിന് ഇങ്ങനെ പല സംസ്ഥാനത്ത് ഒക്കെ കേസ് കൊടുത്താൽ അതിനൊന്നും നിയമപരമായ നിലനിൽപ്പില്ല. അതൊക്കെ അറിയാവുന്ന വക്കീലന്മാർ ഇങ്ങനെ ഓരോ ജില്ലയിലും ഇങ്ങനെ പരാതി കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ചിരിയാ വന്നു പോയത്. അരിയിൽ ഷുക്കൂർ വധിക്കപ്പെടുന്നതിന് മുൻപ് തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിക്കകത്ത് വെച്ച് പി ജയരാജനും ടി വി രാജേഷും CPM പ്രവർത്തകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതിനാൽ അവർക്കെതിരെ വധഗൂഢാലോചന കുറ്റം ചുമത്തേണ്ടതാണ്. CBI അന്വേഷണം വന്നപ്പോൾ CBIക്ക് അത് ബോധ്യപ്പെടുകയും ഇരുവർക്കുമെതിരെ ആ വകുപ്പ് ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നേരത്തെ നടന്ന പോലീസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുകയാണുണ്ടായത്. UDFന്റെ ഭരണമായിരുന്നിട്ട് പോലും CPM നേതാക്കളെ രക്ഷിക്കാൻ തന്ത്രപരമായ ഇടപെടലുകളും നീക്കങ്ങളും ഉണ്ടായി. PK കുഞ്ഞാലിക്കുട്ടി ഇടപെടുന്നത് താൻ കണ്ടിട്ടില്ല. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വാക്കുകളിൽ നിന്നും നീക്കങ്ങളിൽ നിന്നുമാണ് താൻ അത്തരത്തിൽ ഒരു നിഗമനത്തിൽ എത്തിയതെന്ന് അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ പറഞ്ഞു. അത് ഈ കേരള പോലീസ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു. അതായത് ചില പ്രതികളെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്ന് വെളിപ്പെട്ടു. അത് ഞാൻ ഇന്നലെ തന്നെ ലീഗിൻ്റെ തന്നെ ചില പ്രതിനിധികൾ ചാനലിൽ വന്ന് പറയുന്നത് ഞാൻ കേട്ടു. കുറേ സംസ്ഥാന ഭാരവാഹികൾ ആരോ പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇതിൽ അട്ടിമറിച്ചത് കുഞ്ഞാലിക്കുട്ടിക്ക് യാതൊരു ബന്ധവുമില്ല, അട്ടിമറിച്ചത് 3 വിഭാഗം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഒന്ന്, ആദ്യം അട്ടിമറിച്ചത് CK ശ്രീധരനാണ്. അദ്ദേഹം പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ ഒന്നും കൊടുത്തില്ല. രണ്ടാമത് അട്ടിമറിച്ചു എന്ന് പറയുന്നത് പോലീസാണ്. പോലീസ് മീൻസ് അന്വേഷണ ഉദ്യോഗസ്ഥർ, അല്ലാതെ എല്ലാ പോലീസുകാർക്കും ഇതിൽ റോളില്ലല്ലോ, അന്വേഷണ ഉദ്യോഗസ്ഥർ. മൂന്നാമത് ഈ സംവിധാനം ആകെ തന്നെ, കാരണം കൊല്ലപ്പെട്ട ഷുക്കൂറിൻ്റെ മദർ, ആ പാവം സ്ത്രീ ദിവസങ്ങളോളം പല അധികാരികളുടെ മുമ്പിലും കയറി ഇറങ്ങേണ്ടി വന്നു ഈ അന്വേഷണം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിരുന്നതാണ്. അതിനർത്ഥം ഈ അധികാര കേന്ദ്രങ്ങളും ഉത്തരവാദിയാണ്. നേരത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസിലും ഇത് നടന്നു. TP ചന്ദ്രശേഖരനെ വധിക്കാൻ ഉന്നതതല ഗൂഢാലോചന നടന്നു. UDF ഭരണമായിട്ട് പോലും ഗൂഢാലോചന നടത്തിയ ഉന്നത CPM നേതാക്കളെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അവിടെയും നേതാക്കളെ രക്ഷപ്പെടുത്താൻ ഇടപെടലുകൾ ഉണ്ടായി. ഷുക്കൂർ വധക്കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച DYSP സുകുമാരൻ വളരെ കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് നീങ്ങിയത്. എന്നാൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത് ഉന്നതതല ഇടപെടലുകൾ കാരണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ പറഞ്ഞു. തലശ്ശേരി ഫസൽ വധക്കേസിലും CPM നേതാക്കളെ രക്ഷിക്കാൻ പോലീസിന്റെ മേൽ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ ചൂണ്ടിക്കാട്ടി. കണ്ണൂർ 1 കണ്ണൂർ. മുൻ തളിപ്പറമ്പ് MLA CKP പത്മനാഭന്റെ പേരിൽ നിസ്സാര കാര്യത്തെ നടപടിയെടുത്ത CPM 30 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയ EP ജയരാജന്റെ പ്രശ്നം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ലെന്ന BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. CPM-ലേറെ താമസിയാതെ പൊട്ടിത്തെറി ഉണ്ടാകുമെന്നും പാർട്ടി അധികകാലം നിലനിൽക്കാൻ പോകുന്നില്ലെന്നും അബ്ദുള്ളക്കുട്ടി കണ്ണൂർ 1-നോട് പറഞ്ഞു. കണ്ണൂർ പള്ളിക്കുന്നിലെ വസതിയിൽ വെച്ച്
കണ്ണൂർ വണ്ണിനോട് സംസാരിക്കുകയായിരുന്നു AP അബ്ദുള്ളക്കുട്ടി. CPM അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. EP ജയരാജന്റെ അനധികൃത റിസോർട്ടിന്റെ മുതൽ മുടക്ക് 30 കോടി രൂപയാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജീവിച്ച വെറും ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായ EP ജയരാജന് 30 കോടി രൂപ എവിടെ നിന്ന് കിട്ടിയെന്ന് പാർട്ടി ചർച്ച ചെയ്യണം. തളിപ്പറമ്പ് MLA CKP പത്മനാഭന്റെ പേരിൽ നിസ്സാര കാരണത്തിന് നടപടിയെടുത്ത പാർട്ടി EP ജയരാജന്റെ വിഷയം പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകുന്നില്ലെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. നിങ്ങൾ നോക്ക്, ചാത്തുണ്ണി മാഷ് പാർട്ടി ഇത് ഇപ്പോഴാണല്ലോ പിന്നെ കൈരളി ചാനൽ തുടങ്ങി, അല്ലെങ്കിൽ CPM സിനിമ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയക്ക് വേണ്ടി ഫണ്ട് ചെലവാക്കുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചാത്തുണ്ണി മാഷ നേതൃത്വത്തിലാണ് ഒരു പുതിയ സിനിമ പാർട്ടിയുടെ പ്രവർത്തനത്തിനൊരു രൂപഭാവം മാറ്റുന്നത്. ആ പ്രവർത്തനത്തിനിടയിൽ ഒരു ലക്ഷക്കണക്കിനല്ല, ആയിരക്കണക്കിന് ഉറുപ്പിയുടെ കണക്കിൽ വന്നിട്ടുള്ള ഒരു ചെറിയ തെറ്റിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്താക്കിയത്. അദ്ദേഹം ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് തന്നെ ഇല്ലാണ്ട്. നിങ്ങളിപ്പോൾ ചോദിച്ച CKP പത്മനാഭൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ചെറിയൊരു സാമ്പത്തിക തിരിമറിയുടെ പേരിലായ മൂലക്കാക്കി ഇവിടെ 30 കോടിയുടെ തിരിമറി നടത്തിയ അല്ലെങ്കിൽ അവിഹിത സ്വത്ത് സമ്പാദിച്ച ജയരാജനെതിരെ ഒരു വിരൽ പോലും അനക്കാൻ കഴിയാത്തത് CPMൻ്റെ ദയനീയമായ പ്രതിസന്ധിയാണ് കാണിക്കുന്നത്. CPMനകത്ത് പണക്കൊഴുപ്പിന്റെ ആധിപത്യമാണിന്നുള്ളത്. ആദർശം കാറ്റിൽ പറത്തപ്പെട്ടിരിക്കുന്നു. MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി വന്ന ശേഷം തെറ്റ് തിരുത്തൽ രേഖ വന്നിരിക്കുന്നു. തെറ്റ് തുടരൽ രേഖയാണ് വേണ്ടതെന്ന് അബ്ദുള്ളക്കുട്ടി വിമർശിച്ചു. അപ്പോൾ ഇവിടെ ഗോവിന്ദ മാഷ് പാർട്ടിയുടെ സെക്രട്ടറിയായി വന്നപ്പോൾ ആളുകൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. വളരെ സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. വലിയ ദാർശനികനാണ്. അങ്ങനെ ഒരു പരിവേഷം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹം CPMലെ ഈ പുത്തൻ വർഗത്തിനെതിരെ ഒരു വിപ്ലവം നടത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അദ്ദേഹം നിസ്സഹായനാണ്. കാരണം CPM പൂർണ്ണമായും ഈ പുത്തൻ പണക്കാരുടെ നിയന്ത്രണത്തിലായിരിക്കുകയാണ്, ഈ പുത്തൻ വർഗത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, CPM ഗോവിന്ദ മാഷ നേതൃത്വത്തിൽ തെറ്റ് തിരുത്തൽ രേഖ കൊണ്ടുവന്നു. അത് ചർച്ച ചെയ്ത് പാർട്ടിയിൽ വന്നിട്ടുള്ള അന്യവർഗ ദുഷ്പ്രവണത നിർമ്മാർജ്ജനം ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഗോവിന്ദ മാഷെ, നിങ്ങൾ അവതരിപ്പിക്കേണ്ടത് തെറ്റ് തിരുത്തൽ രേഖയല്ല, തെറ്റ് തുടരൽ രേഖയാണ് നിങ്ങൾ അവതരിപ്പിക്കേണ്ടത്. എന്നിട്ട് ആരൊക്കെയാണ് ഈ തെറ്റ് തുടരുന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തുക. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പൊന്നാട അണിയിച്ച് അവരെയൊക്കെ സ്വീകരിക്കുക. അതുമാത്രമേ CPMന് സാധിക്കുകയുള്ളൂ. ഏറെ താമസിയാതെ CPMൽ കലാപം പൊട്ടിപ്പുറപ്പെടും. CPMലെ ആദർശശുദ്ധിയുള്ളവർ പണക്കൊഴുപ്പിന്റെ ആധിപത്യത്തിന് മുന്നിൽ നിസ്സഹായരാണ്. EP ജയരാജന്റെ റിസോർട്ടിന് MV ഗോവിന്ദന്റെ ഭാര്യ ആന്തൂർ നഗരസഭ ചെയർപേഴ്സൺ ആയിരുന്നപ്പോൾ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തതിന് അവരെ കുറ്റം പറയാനാവില്ല. പിണറായിയുടെ വലം കൈയാണ് EP ജയരാജൻ. EP ജയരാജൻ പറയുന്നത് പോലെ ചെയ്തു കൊടുക്കാതെ MV ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് നിവൃത്തിയില്ലായിരുന്നുവെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. കണ്ണൂർ 1 കണ്ണൂർ. ഗ്രാമീണ ലൈബ്രറികൾക്ക് പോലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് കണ്ണൂർ കളക്ടറേറ്റ് മൈതാനിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രീയ ചിന്ത ശക്തിപ്പെട്ടുവെന്ന് നാം കരുതുമ്പോഴും നമുക്കെല്ലാവർക്കും അപമാനമുണ്ടാകുന്ന രീതിയിൽ നരബലി അടക്കമുള്ള അധമവൃത്തികൾ ഇവിടെ നടക്കുകയാണ്. അതിനെല്ലാം പിന്നിലുള്ളത് കടുത്ത അന്ധവിശ്വാസവും അനാചാരവും ഒപ്പം വലിയ അത്യാർത്തിയുമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾക്കെതിരായ ബോധവൽക്കരണം സംഘടിപ്പിക്കാൻ കഴിയണം. പൊതു ഇടങ്ങൾ വേണ്ട എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഹിറ്റ്ലറുടെ പട എല്ലാ വിജ്ഞാന ശേഖരവും നശിപ്പിക്കാൻ ശ്രമിച്ചതുപോലെ നമ്മുടെ നാട്ടിലും വായനശാലകൾ ആക്രമിക്കപ്പെട്ടു. വിജ്ഞാനത്തെ എതിർക്കുന്ന ശക്തികൾ എപ്പോഴും ഉണ്ടാകും. വിജ്ഞാന പ്രസരണത്തെ എതിർക്കുന്ന ഇരുട്ടിന്റെ ശക്തികളെ പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനും എതിരായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് പണ്ട് നമ്മുടെ നാട്ടിൽ വായനശാലകളും ലൈബ്രറികളും സ്ഥാപിക്കപ്പെട്ടതെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. എന്തെല്ലാം അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്നതിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ അത്തരത്തിലുള്ള വായനശാലകളും ലൈബ്രറികളും ഒക്കെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട്. പഴയ കാലത്ത് ഇത്തരം വായനശാലകളും ലൈബ്രറികളുമൊക്കെ
ഒരുപാട് ചർച്ചാ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയായിരുന്നു. അപ്പം അത്തരം ചർച്ചാ ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു, സമൂഹത്തിന് വേണ്ടി വരുന്ന വിഷയങ്ങൾ. ഇന്ന് അത്തരം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു കാലമാണ്. പക്ഷേ ആ ചർച്ച നമുക്ക് വേണ്ടത്ര നടത്താൻ കഴിയുന്നുണ്ടോ? നാട്ടിലാകെ ലൈബ്രറികളുണ്ട്, വായനശാലകളുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതയാണ്. പക്ഷേ അത്രത്തോളം നമുക്ക് ഇടപെടാനാകുന്നുണ്ടോ? എന്താണ് ഇടപെടലിന് കുറവ് വരുന്നത്? നേരത്തെ പറഞ്ഞ ആ ധാരണ വേണ്ട രീതിയിൽ നമ്മളിൽ തന്നെ, അതായത് ഈ ഓരോ സ്ഥാപനത്തിനും നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ തന്നെ ഇല്ല എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. കടുത്ത പരാമർശമായിട്ട് ചിലർക്ക് തോന്നിയേക്കാം, അത് ദുഃഖമുണ്ട് അങ്ങനെ പറയേണ്ടി വന്നതിൽ. പക്ഷെ അത് വസ്തുതയാണ്. നാട്ടിലെ ചെറിയ ലൈബ്രറികൾക്ക് പോലും ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. വായനയ്ക്ക് പുറമെ നാടിനു വേണ്ട വയോജന സംരക്ഷണം, രോഗി സൗഹൃദ അന്തരീക്ഷമുണ്ടാക്കൽ, കാർഷിക പ്രവർത്തനങ്ങൾ എന്നിവയിലടക്കം ഇടപെടാൻ ഇത്തരം കൂട്ടായ്മകളിലൂടെ സാധിക്കും. അർപ്പണബോധത്തോടെ പ്രവർത്തിച്ചാൽ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. അത്തരത്തിലുള്ള വായനശാലകളും ലൈബ്രറികളും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ വി ശിവദാസൻ MP അധ്യക്ഷത വഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു കണ്ണൂർ ജില്ലയിലെ പുതിയ 100 ലൈബ്രറികളുടെ ഉദ്ഘാടന പ്രഖ്യാപനം നടത്തി. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ ആമുഖ ഭാഷണം നടത്തി. പ്രശസ്ത പത്രപ്രവർത്തകൻ N റാം മുഖ്യപ്രഭാഷണം നടത്തി. രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ 1 കണ്ണൂർ. സജി ചെറിയാന് വീണ്ടും മന്ത്രിയാകാൻ തടസ്സമില്ല. മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർക്ക് തള്ളാനാകില്ലെന്ന നിയമോപദേശം. സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുന്നതിനുള്ള വഴി കൂടുതൽ തെളിഞ്ഞു. സത്യപ്രതിജ്ഞ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർക്ക് തള്ളാനാകില്ലെന്ന് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചു. ആവശ്യമെങ്കിൽ ഗവർണർക്ക് കൂടുതൽ വ്യക്തത തേടാം. സ്റ്റാൻഡിംഗ് കൗൺസിലിനോടാണ് ഗവർണർ ഉപദേശം തേടിയത്. ഗവർണർ തിങ്കളാഴ്ച വൈകുന്നേരം തിരുവനന്തപുരത്തെത്തും. ഗവർണറുടെ തീരുമാനം എന്താകുമെന്ന് കാത്തിരിക്കുകയാണ് സർക്കാർ. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. ശ്ലോകത്തോട് ആദരവ് കാണിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഉദ്ഘാടന വേദിയിൽ വെച്ച് ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ശ്ലോകം ചൊല്ലുമ്പോൾ വേദിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് നിന്നെങ്കിലും മുഖ്യമന്ത്രി ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറായില്ല. എഴുന്നേൽക്കാൻ ശ്രമിച്ച രാമചന്ദ്രൻ കടന്നപ്പള്ളി MLAയെയും മുഖ്യമന്ത്രി തടഞ്ഞു. ഈശ്വര പ്രാർത്ഥനയുടെ സ്വരത്തിലുള്ള ശ്ലോകത്തോട് മുഖ്യമന്ത്രി തന്റെ അകൽച്ച പ്രകടിപ്പിക്കുകയായിരുന്നു. കണ്ണൂർ 1 കണ്ണൂർ. സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുമ്പോൾ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് രണ്ടാമത്തെ സംഭവം. നേരത്തെ R ബാലകൃഷ്ണ പിള്ളയായിരുന്നു മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തിയത്. കണ്ണൂർ 1 ന്യൂസ് എഡിറ്റർ സുരേഷ് നാവത്ത് തയ്യാറാക്കിയ വാർത്തയിലേക്ക്. ഭരണഘടനയെ വിമർശിച്ചു സംസാരിച്ചു എന്നതിനെ തുടർന്നായിരുന്നു സജി ചെറിയാന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. ഇത്തരത്തിൽ പ്രസംഗം വിവാദമായതിനെ തുടർന്നായിരുന്നു 1985-ൽ R ബാലകൃഷ്ണ പിള്ളയ്ക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത്. കേരള കോൺഗ്രസ് നേതാവായിരുന്ന R ബാലകൃഷ്ണ പിള്ള K കരുണാകരന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭയിൽ വിദ്യുച്ഛക്തി മന്ത്രിയായിരിക്കെ നടത്തിയ പ്രസംഗമായിരുന്നു വിവാദമായത്. കേരളത്തിന് അനുവദിച്ച കോച്ച് ഫാക്ടറി പഞ്ചാബിലേക്ക് വഴിമാറിപ്പോകുന്നത് കണ്ട് ബാലകൃഷ്ണ പിള്ളയ്ക്കുണ്ടായ വ്യാകുലതയായിരുന്നു പ്രസംഗത്തിൽ പ്രകടമായത്. പഞ്ചാബിൽ സിഖ് തീവ്രവാദികൾ നിരന്തരം കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. പഞ്ചാബിൽ സിഖ് തീവ്രവാദികൾ നടത്തുന്നത് പോലെ അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തിയാൽ മാത്രമേ കേരളത്തിന് കോച്ച് ഫാക്ടറി പോലെയുള്ളവ ലഭിക്കൂ എന്നാണെങ്കിൽ നമുക്കും അതാവാം. അത്തരത്തിൽ അക്രമങ്ങൾ നടത്താൻ കരുത്തുള്ള ഒരുപാട് ചെറുപ്പക്കാർ കേരളത്തിലും ഉണ്ട് എന്നായിരുന്നു ബാലകൃഷ്ണ പിള്ളയുടെ പ്രസംഗം. ആ പ്രസംഗം വിവാദമായി മാറുകയായിരുന്നു. വിഷയം ഹൈക്കോടതി മുൻപാകെ എത്തി. ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് ജഡ്ജി നടത്തിയ പരാമർശമായിരുന്നു ബാലകൃഷ്ണ പിള്ളയുടെ രാജിയിൽ കൊണ്ടുചെന്നെത്തിച്ചത്. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്ത ഒരു മന്ത്രി അത്തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ അയോഗ്യനാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. ഇതേ തുടർന്ന് R ബാലകൃഷ്ണ പിള്ള രാജിവെക്കുകയായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം ബാലകൃഷ്ണ പിള്ള മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. ഭരണഘടനയെ വിമർശിച്ചു സംസാരിച്ചു എന്നത് വിവാദമായതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇത് കേരള രാഷ്ട്രീയത്തിൽ ബാലകൃഷ്ണ പിള്ളയുടേതിന് സമാനമായ മറ്റൊരു സംഭവം. കണ്ണൂർ 1 കണ്ണൂർ. കേരള സർക്കാരിന്റെയും കണ്ണൂർ സർവകലാശാലയുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്വാശ്രയ കോളേജായ കല്യാശ്ശേരിയിലെ ആംസ്റ്റെഡ് കോളേജ് പുതിയ കെട്ടിടം ഉദ്ഘാടനം മന്ത്രി R ബിന്ദു നിർവഹിച്ചു.
വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ കലാലയത്തിൻ്റെ വളരെ ഹ്രസ്വമായ ചരിത്രത്തിനിടയിൽ തന്നെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള അഭിമാനത്തോടെ ഈ കലാലയത്തിൻ്റെ വികസന വഴികളിൽ പുതിയതായി ചില അധ്യായങ്ങൾ എഴുതി ചേർത്ത ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. എം വിജിൻ MLA അധ്യക്ഷനായി. ഘട്ടഘട്ടമായി കെട്ടിടങ്ങളുടെ സൗകര്യ വിപുലീകരണം ഉണ്ടാക്കുകയും അങ്ങനെ നമ്മുടെ കുട്ടികൾ 135 നിന്ന് ഇന്ന് 1000-ത്തിനടുത്ത് എത്തത്തക്ക വിധത്തിലേക്ക് കേരളത്തിലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായി ആംസ്റ്റർ കോളേജ് മാറിയിരിക്കുകയാണ്. കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ നിർവഹിച്ചു. സ്മാർട്ട് ക്ലാസ് റൂം ഉദ്ഘാടനം പ്രമോദ് വെള്ളച്ചാൻ, ലൈബ്രറി ഉദ്ഘാടനം മുൻ MLA TV രാജേഷും നിർവഹിച്ചു. ആംസ്റ്റെക് മാനേജിംഗ് ഡയറക്ടർ VV ഗോവിന്ദൻ റിപ്പോർട്ട് അവതരണം നടത്തി. ഇരിണാവ് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് T ചന്ദ്രൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. MV രാജൻ, P മുകുന്ദൻ, PP ഷാജിർ, TT ബാലകൃഷ്ണൻ, N ശ്രീധരൻ, P ഗോവിന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സർക്കാരിൽ നിന്നോ UGCയിൽ നിന്നോ MP MLA ഫണ്ടുകൾ ഒന്നും തന്നെ ലഭിക്കാത്ത സഹകരണ മേഖലയിലെ കോളേജ് നാട്ടുകാരുടെയും വിദ്യാഭ്യാസ തൽപരരുടെയും സഹായത്തോടെയാണ് കെട്ടിടം നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വാർത്തകളിൽ ഒരിടവേള. Your trust drives us to work harder, committed to make this world happier. We strive day in and day out for a better tomorrow. In the heart of Kannur city, an ISO 9001:2008 certified hospital with all the latest facilities. Chemist Hospital, John Mill Road, South Bazaar, Kannur. വാർത്തകൾ തുടരുന്നു. CPM മതത്തിന് എതിരില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. CPM മതത്തിനെതിരല്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. CPM മതത്തിനെതിരെ നിൽക്കുന്ന പാർട്ടിയല്ല, മതത്തിനെതിരാണ് പാർട്ടി എന്നത് തെറ്റായ കാഴ്ചപ്പാടാണ്. മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു.
CPMന്റെ ഗൃഹസന്ദർശന പരിപാടിയിൽ പുത്തൻപള്ളി അറബി കോളേജിൽ വെച്ചായിരുന്നു MV ഗോവിന്ദന്റെ പരാമർശം. CPMന്റെ ഗൃഹസന്ദർശന പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മന്ത്രിമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വീടുകളിലേക്ക് എത്തും. ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നിവയാണ് ലക്ഷ്യം. ജനങ്ങൾക്ക് വിശ്വാസം വരാത്ത ഒരു പദ്ധതിയും സർക്കാരിനില്ല. മതവിരുദ്ധമായ, വിശ്വാസവിരുദ്ധമായ ഒന്നും പാഠ്യപദ്ധതിയിൽ ഉണ്ടാകില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. ചർച്ച കഴിയുമ്പോൾ കരടൊക്കെ മാറും. ജനങ്ങളാണ് വലുത്. ജനങ്ങളെ ചേർത്ത് നിർത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മന്ത്രിയെ നിശ്ചയിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. EP ജയരാജന്റെ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ നടന്ന ചർച്ച പുറത്തു പറയേണ്ടതില്ല. മാധ്യമങ്ങൾ തന്നെ വിഷയമുണ്ടാക്കി അവർ തന്നെ ചർച്ച ചെയ്തുവെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് കണ്ണൂർ 1. കണ്ണൂർ സ്പോർട്ടിംഗ് ബഡ്സ് ഫുട്ബോൾ കോച്ചിംഗ് സെന്റർ ഫുട്ബോൾ ഇതിഹാസമായ പെലെ അനുസ്മരണം സംഘടിപ്പിച്ചു. സ്പോർട്ടിംഗ് ബഡ്സ് കോച്ചിംഗ് സെന്റർ കണ്ണൂർ വിട പറഞ്ഞ ഫുട്ബോൾ ഇതിഹാസം പെലെ അനുസ്മരണം സംഘടിപ്പിച്ചു. ഡോക്ടർ വിവേകാനന്ദൻ അധ്യക്ഷനായി. പെലെയുടെ കത്ത് നേരിട്ട് ലഭിച്ച വ്യക്തിയും ഫിഫയുടെ ലേഖകനുമായിരുന്ന KA സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. 18 വയസ്സുകൊണ്ട് സ്റ്റേറ്റ് കളിച്ച് 18 വയസ്സിൽ ഇല്ലേ? 18 വയസ്സിൽ സന്തോഷ് നിന്നെ അർജുൻ സന്തോഷ് അല്ലേ? 18ാമത്തെ വയസ്സിൽ എനിക്ക് 18 വയസ്സായിട്ട് 3 വർഷം അല്ലേ? 3 വർഷമായിട്ട് നീ എവിടെ കളിച്ച ജൂനിയർ, നമ്മളെ സ്പോർട്ടിംഗ് ബഡ്സ് ജൂനിയറിനെ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് കാലം വേറെയാണ്. പക്ഷെ എന്നാലും കൂടി നിങ്ങൾ ചെറുപ്പത്തിൻ്റെ നീ കളി പഠിച്ചിട്ടുണ്ട്. അതിങ്ങനെ വരുമ്പോൾ ജൂനിയേഴ്സ് കളിക്കുന്ന എല്ലാവർക്കും നല്ലൊരു പാഠമായിട്ട് കിട്ടിയത്. പെലെയെ കൽക്കറ്റയിൽ വെച്ച് നേരിട്ട് കാണുകയും പെലെയുടെ പ്രദർശന മത്സരം നേരിട്ട് വീക്ഷിക്കുകയും ചെയ്ത മുൻ ഇന്റർനാഷണൽ ഫുട്ബോൾ താരം M അൽഫോൺസ്, കായിക ലേഖകൻ V ദേവദാസ് എന്നിവർ സംസാരിച്ചു. പെലെയുടെ ഫോട്ടോയിൽ പുഷ്പാർച്ചന നടത്തി. സ്പോർട്ടിംഗ് ബഡ്സ് കൺവീനർ V രഘുത്തമൻ സ്വാഗതവും ശൈലേഷ് ചന്ദ്ര E നന്ദിയും പറഞ്ഞു. കണ്ണൂർ 1 കണ്ണൂർ. പഴയങ്ങാടിയിലും പരിസര പ്രദേശങ്ങളിലും ലഹരി മാഫിയ പിടിമുറുക്കുന്നു. വിദ്യാർത്ഥികളെ വലയിലാക്കാൻ കഞ്ചാവ് മുതൽ സ്റ്റാമ്പ് രൂപത്തിലുള്ള ലഹരി വസ്തുവും കൂടെ MDMAയും മാജിക് കൂണും. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യം വെച്ച മാടായി, ചെറുതാഴം പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പന വ്യാപകമാകുന്നു. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ, സ്കൂൾ, കോളേജുകൾക്ക് സമീപം, റെയിൽവേ ഓവർബ്രിഡ്ജ് എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു മുമ്പ് മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ മയക്കുമരുന്ന് മാഫിയ താവളങ്ങൾ വ്യാപിച്ചിരിക്കുന്നത് മാടായി പഞ്ചായത്തിലെ മാടായിപ്പാറ, ചൂട്ടാട് ബീച്ച് പാർക്ക്, ചെറുതാഴം പഞ്ചായത്തിലെ ചെമ്പല്ലിക്കൊണ്ട, വയലപ്ര പാർക്ക്, പഴയങ്ങാടിയിലെ ചില കോംപ്ലക്സുകളിലുമാണ്. ഇവിടങ്ങളിലും മയക്കുമരുന്ന് കച്ചവടം പൊടിപൊടിക്കുകയാണ്. ജനശ്രദ്ധ എളുപ്പത്തിൽ ചെന്നുപെടാത്ത മാടായിപ്പാറയിലെ മേഖലകളിലാണ് മയക്കുമരുന്ന് സംഘം തമ്പടിക്കുന്നത്. എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതും ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന മാടായിപ്പാറയിൽ ഒറ്റ നോട്ടത്തിൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടില്ലെന്ന കാരണത്താലാണ് സംഘം ഇവിടെ താവളമാക്കുന്നത്. രാത്രികാലങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും മറ്റുമായി വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ആവശ്യക്കാരായി ഇവിടെ എത്തുന്നുണ്ട്. പുതുവത്സര രാത്രിയിൽ പഴയങ്ങാടി കോഴി ബസാർ മുതലക്കുടിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം യുവാക്കൾ പോലീസിനെ കണ്ട് ഓടി മറയുകയായിരുന്നു. ഒരാളെ പിടികൂടുകയും ബൈക്കുകൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പഴയങ്ങാടി പോലീസ്. യുവാക്കൾക്ക് മയക്കുമരുന്ന് ഉപയോഗത്തിൽ നിന്ന് പിന്മാറാൻ ഈ പുതുവർഷത്തിൽ സാധിക്കട്ടെ എന്ന് പഴയങ്ങാടി പോലീസ് ഇൻസ്പെക്ടർ NT സന്തോഷ് കുമാർ ആശംസിച്ചു. ഈ 2023 പുതുവർഷത്തിൽ പുതിയ തലമുറ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതുപോലെ നമ്മൾ ഇന്ന് വളർന്നു വരുന്ന ഈ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗത്തിനൊക്കെ വിരുദ്ധമായി നല്ലൊരു വർഷം നമുക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചു. മുൻകാലങ്ങളിൽ കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കളാണ് വിൽപ്പന നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളെ കെണിയിലാക്കാനായി LSD എന്ന സ്റ്റാമ്പ് മാതൃകയിലുള്ള മാരകമായ ലഹരി മരുന്നും MDMAയും മാജിക് കൂണുമാണ് താരം. വായ്ക്കുള്ളിൽ, നാവിലോ മറ്റു ഭാഗങ്ങളിലോ ഒട്ടിച്ചു വെക്കുന്ന LSD സ്റ്റാമ്പ് മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിക്കുന്നത്.
വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗങ്ങൾക്കിടയിൽ തരംഗമെന്നോണം പ്രധാന വില്ലനാവുകയാണ് മാജിക് കൂൺ. ഒരു മാജിക് കൂണിന് 700 മുതൽ 1000 രൂപ വരെയാണ് വില. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചൂട്ടാട് ബീച്ചും പരിസര പ്രദേശങ്ങളിലും കഞ്ചാവ് മാഫിയ സംഘം പിടിമുറുക്കുമ്പോൾ ഭയവിഹ്വലരാണ് നാട്ടുകാർ. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ചെറു സംഘങ്ങളാണ് ഇതിനു പിന്നിലെന്ന് പറയപ്പെടുന്നു. ബാംഗ്ലൂർ, മംഗലാപുരം, വയനാട്, കൊടൈക്കനാൽ എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ പാർക്കിന് സമീപത്തെ വാടക ക്വാർട്ടേഴ്സുകളും വീടുകളും കേന്ദ്രീകരിച്ചാണ് സംഘങ്ങൾ വിലസുന്നത്. ചെമ്പല്ലിക്കുണ്ട വയലപ്ര പാർക്കിന്റെ പരിസരവും മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. പോലീസിന്റെയും എക്സൈസിന്റെയും നിരീക്ഷണം ഈ ഭാഗങ്ങളിൽ ഇല്ലാത്തത് ആണ് മയക്കുമരുന്ന് മാഫിയ ഈ പ്രദേശങ്ങളിൽ തഴച്ചു വളരുവാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പാർക്കുകളിലും മറ്റു പ്രദേശങ്ങളിലും പോലീസ് പരിശോധന ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. വാർത്തകളിൽ ഒരിടവേള കൂടി. എല്ലാ ഗൃഹോപകരണങ്ങളും ഇനി ഒരു കുട കീഴിൽ നിന്നും സ്വന്തമാക്കാം. പഴയങ്ങാടിയുടെ ഹൃദയഭാഗത്ത് നീതി സ്റ്റോർ ആൻഡ് ഗിഫ്റ്റ്. കഴിഞ്ഞ 15 വർഷക്കാലത്തെ നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ ഊർജം. സ്റ്റീൽ, അലൂമിനിയം, ക്രോക്കറി, മൺചട്ടികൾ, ഇരുമ്പ് പാത്രങ്ങൾ മുതൽ എല്ലാ കമ്പനികളുടെയും ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങിയ എല്ലാ ഹോം അപ്ലയൻസസുകളുടെയും വിപുലമായ ശേഖരവുമായി 2 നിലകളിലായി പ്രവർത്തിച്ചു വരുന്നു. കൂടാതെ വീട്ടുപകരണങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ റിപ്പയർ ചെയ്തു നൽകുന്നു. ഓണം പ്രമാണിച്ച് വമ്പിച്ച ഓഫറുകൾ. 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേക ഡിസ്കൗണ്ട്. ഓണം എക്സ്ചേഞ്ച് ഓഫറിലൂടെ നിങ്ങളുടെ പഴയ കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ എന്നിവ എക്സ്ചേഞ്ച് ചെയ്ത് പുതിയത് സ്വന്തമാക്കാം. ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും. വിലക്കുറവിലും വിശ്വസ്തതയിലും എന്നെന്നും മുന്നിൽ. SB ഏജൻസീസ്, നീതി സ്റ്റോർ ആൻഡ് ഗിഫ്റ്റ്, നിയർ KK പെട്രോൾ പമ്പ്, ബസ് സ്റ്റാൻഡ്, പഴയങ്ങാടി. ഫോൺ 0497 2877 490, 85472 77490 and 9747 916 452. ഇനി ആഗോള നിലവാരമുള്ള ലാബ് റിപ്പോർട്ടുകൾ വേഗത്തിൽ ലഭിക്കും. കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് റെയിൽവേ സ്റ്റേഷനും പുതിയ ബസ് സ്റ്റാൻഡിനും അടുത്തായി പ്ലാസ ജംഗ്ഷനിൽ സിറ്റി സെന്ററിൽ അപ്പോളോ മെഡിക്കൽ ലബോറട്ടറി പ്രവർത്തിച്ചു വരുന്നു. 20 വർഷത്തെ അനുഭവ സമ്പത്ത്, വിശ്വാസ്യത, കൃത്യത, സൂക്ഷ്മത, മികച്ച സൗകര്യങ്ങൾ, പരിചയസമ്പന്നരായ ഡോക്ടർമാരും ജീവനക്കാരും, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, വേഗതയോടെയുള്ള പരിശോധനാ ഫലം. ബുക്കിംഗിനും ഹോം വിസിറ്റിനും വിളിക്കൂ 8714614410. അപ്പോളോ മെഡിക്കൽ ലബോറട്ടറി, 2nd floor, സിറ്റി സെന്റർ, ഫോർട്ട് റോഡ്, പ്ലാസ ജംഗ്ഷൻ, കണ്ണൂർ. കോൺടാക്ട് 04972 713048. വാർത്തകൾ തുടരുന്നു. പുതുവർഷത്തിൽ LPG സിലിണ്ടർ വില വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 25 രൂപ വർദ്ധിപ്പിച്ചു. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ല. വില വർധനവ് റെസ്റ്റോറന്റുകൾ, ഹോട്ടലുകൾ മുതലായവയുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കും. ഹോട്ടലുകൾ വില വർധനവിലേക്ക് പോവാനും സാധ്യതയുണ്ട്. ഫണ്ട് ശേഖരണത്തിൽ വീഴ്ച വരുത്തിയതിന് സംസ്ഥാന MSF നേതാക്കൾക്കെതിരെ നടപടി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷജീർ ഇക്ബാൽ, സെക്രട്ടറി ഫിറോസ് പള്ളത്ത് എന്നിവരെ ചുമതലകളിൽ നിന്ന് നീക്കി. കോഴിക്കോട് ചേർന്ന MSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. നിശ്ചയിച്ച ദിവസത്തിനുള്ളിൽ ഫണ്ട് സമാഹരിക്കാത്തതാണ് കാരണം. 10 ദിവസത്തിനുള്ളിൽ ഫണ്ട് സമാഹരണം നടത്തിയാൽ ചുമതലകൾ തിരിച്ചു നൽകും. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. കോവിഡ് രോഗവ്യാപനം രൂക്ഷമായ 6 രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ജനുവരി 1 മുതൽ RT-PCR പരിശോധന നിർബന്ധം. വിവിധ ലോകരാജ്യങ്ങളിൽ കോവിഡ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ജാഗ്രത ശക്തമാക്കിയത്. ചൈന, സിംഗപ്പൂർ, ഹോങ്കോങ്, തായ്ലൻഡ്, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് കേന്ദ്ര സർക്കാർ ഉത്തരവ് ബാധകം. യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂർ മുൻപുള്ള RT-PCR ഫലം എയർ സുവിധ പോർട്ടൽ വഴി സമർപ്പിക്കണം. വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ഇന്നു മുതൽ കൂടുതൽ ശക്തിപ്പെടുത്തും. വിമാനത്താവളങ്ങളിൽ നിന്ന് ശേഖരിച്ച 5666 സാമ്പിളുകളിൽ 53 യാത്രക്കാർക്ക് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരത്തെ പല ഏഷ്യൻ രാജ്യങ്ങളിലും കോവിഡ് തരംഗം ആഞ്ഞടിച്ച 30 മുതൽ 35 ദിവസത്തിന് ശേഷമാണ് ഇന്ത്യയിൽ കോവിഡ് നിരക്ക് വർദ്ധിച്ചത്. ഈ സാഹചര്യത്തിലാണ് വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധന ശക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. വാർത്തകളിൽ വീണ്ടും ഒരു ഇടവേള. നാടിന്റെ കരുത്ത്, നാട്ടാരുടെ സുഹൃത്ത്, ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക്. ലോൺ ഉപയോഗിച്ചും അല്ലാതെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നീതി ടൈൽസ് ആൻഡ് സാനിറ്ററി, ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്, ഹാർഡ്വെയർസ് ആൻഡ് പെയിന്റ്സ്, ഹോം അപ്ലയൻസസ് ഷോറൂം, പിലാത്തറ.
വാർത്തകൾ തുടരുന്നു. സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപ പിരിവുകാർക്ക് നിയമനങ്ങളിൽ ഏർപ്പെടുത്തിയ 25% സംവരണം കൃത്യമായി നടപ്പിലാക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കേരള സഹകരണ ഫെഡറേഷൻ 7ാമത് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. കണ്ണൂർ കേരള ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സഹകരണ വേദി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ജെയിംസൺ തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക സംഘങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ കൈകോർക്കൽ അനിവാര്യമാണെന്ന് ജെയ്സൺ തോമസ് ആവശ്യപ്പെട്ടു. വ്യത്യസ്തമായ സഹകരണ രംഗത്തെ വ്യത്യസ്തമായ ഒരു സംഘടനയാണ് ഫെഡറേഷൻ എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു. മറ്റെല്ലാ പാർട്ടികൾക്കും സഹകാരികൾക്കും അതുപോലെ തന്നെ സഹകരണ ജീവനക്കാർക്കും വ്യത്യസ്തമായ സംഘടനകളും ട്രേഡ് യൂണിയനുകളും ഒക്കെ ഉള്ളപ്പോൾ ഇത് സുനിൽ ഇവിടെ സൂചിപ്പിച്ചത് സഹകാരികളും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരും മുൻ സഹകാരികളും ഉൾപ്പെടെ സഹകരണ രംഗത്തെ എല്ലാ മേഖലകളിലുള്ള ആളുകളെയും കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് പുറമേ നിന്ന് നോക്കുന്ന നമ്മളൊക്കെ സഹകരണ രംഗത്ത് സജീവമായി ഇടപെടുന്ന ഒരു സംവിധാനമായിട്ടാണ് ഞാനിതിനെ കണ്ടിട്ടുള്ളത്. CA അജീർ അധ്യക്ഷത വഹിച്ചു. PP ദാമോദരൻ, മനോജ് കുമാർ ധർമ്മടം, P സുനിൽകുമാർ, NC സുമോദ്, കാഞ്ചന മാച്ചേരി, സുധീഷ് കടന്നപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി CA അജീർ പ്രസിഡന്റ്, P രാജൻ സെക്രട്ടറി, സുധീഷ് കടന്നപ്പള്ളി, M രാഘവൻ, MV വിമല, KP സലീം ജോയിന്റ് സെക്രട്ടറിമാർ, NC സുമോദ്, കാഞ്ചന മാച്ചേരി, P കുമാരൻ, P ദാമോദരൻ മാസ്റ്റർ വൈസ് പ്രസിഡന്റുമാർ, N പ്രസീദൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. സഹകരണ സംഘം ഭാരവാഹികളുടെ ഓണറേറ്റേറിയവും സിറ്റിംഗ് ഫീസും കാലോചിതമായി ഉയർത്തുക, മിസലേനിയസ് സംഘങ്ങൾക്ക് കേരള ബാങ്ക് വായ്പകൾ നൽകുക എന്നീ പ്രമേയങ്ങളും സമ്മേളനം അംഗീകരിച്ചു. കണ്ണൂർ 1 കണ്ണൂർ. പുതുവർഷ ദിനത്തിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി 1000 കാർഡുകൾ തയ്യാറാക്കി 7ാം വെസ്റ്റ് ബാലസംഘം. കണ്ണൂർ ജില്ലാ ബാലസംഘം സെക്രട്ടറി ഫിദ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. നന്നായി പഠിക്കുക, നന്നായി വളരുക, നല്ലവരാകുക, അതുപോലെ തന്നെ എവിടെയെങ്കിലും അനീതി നടക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്തുക. അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. പഠിക്കുകയും പോരാടുകയും ചെയ്യുകയും ശരിയെ അംഗീകരിക്കുകയും തെറ്റിനെ തിരുത്തുകയും അന്ധവിശ്വാസികളാവാതെ അനാചാരത്തിന് വഴിപ്പെടാതെ ഏതെങ്കിലും സംഘ താല്പര്യങ്ങൾക്ക് വഴിപ്പെടാതെ നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യത്വത്തെ ഉയർത്തിക്കൊണ്ടുവരിക, നന്നായി പഠിക്കുക, ലഹരിയെ. അശോക് O സ്വാഗതം പറഞ്ഞു. ആകാശ് അശോക് അധ്യക്ഷത വഹിച്ചു. K ഐശ്വര്യ, VRV ഏഴോം, K അനുശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിയപ്പെട്ടവർ ഉപയോഗിക്കില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നല്ലേ. പക്ഷെ ഈ പ്രതിജ്ഞ നമ്മൾ പാലിക്കും. ജീവിത അവസാനം വരെ നമ്മൾ പാലിക്കുന്ന കൂട്ടുകാര് ലഹരിക്കെതിരെ ഉച്ചത്തിൽ സംസാരിക്കാനും അതിനെതിരെ പ്രയത്നിക്കാനും മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് തടയാനും എതിരെ നമ്മൾ. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ വീണ്ടും. UDF ഭരണകാലത്ത് നടന്ന ഷുക്കൂർ വധക്കേസിലെ പോലീസ് അന്വേഷണം അട്ടിമറിക്കപ്പെട്ടുവെന്ന് അഡ്വക്കേറ്റ് TP ഹരീന്ദ്രൻ. ചില പ്രതികളെ രക്ഷിക്കാൻ തന്ത്രപരമായ നീക്കങ്ങളും ഇടപെടലുകളും ഉണ്ടായെന്ന് ഹരീന്ദ്രൻ. CPM അടിമുടിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്ന് BJP ദേശീയ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി. CKPക്കെതിരെ നടപടിയെടുത്ത CPM EP ജയരാജന്റെ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ലെന്നും അബ്ദുള്ളക്കുട്ടി. ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ ലൈബ്രറികൾക്ക് പോലും വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി. സജി ചെറിയാൻ മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്താനുള്ള വഴി തെളിയുന്നു. മുഖ്യമന്ത്രിയുടെ ശുപാർശ ഗവർണർക്ക് തള്ളാനാകില്ലെന്ന നിയമോപദേശം. തീരുമാനം കാത്ത് സർക്കാർ. കണ്ണൂർ 1 വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. നല്ല ഡിസൈൻ അല്ലേ? സീതമ്മൾക്ക് സൂപ്പറാ. ഹോൾസെയിൽ പ്രൈസാ, പണിക്കൂലിയും വളരെ കുറവ്. ഓർമ്മ വെച്ച കാലം മുതൽ സീതാമ്മ ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഇവിടെയുണ്ട്. മോൾ അനുവും. കൊള്ളാം. ഇതും ഫിദമോൾക്ക് സൂപ്പറാ. അനുമോൾക്കും സൂപ്പറാ. വിശ്വസ്ത
സ്വന്തമാകുന്നത് വാക്ക് പാലിക്കുമ്പോഴാണ്. കുറഞ്ഞ പണിക്കൂലിയിൽ പരിശുദ്ധ സ്വർണം. CK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കണ്ണൂർ, നടുവിൽ, ചെറുവത്തൂർ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കണ്ണൂരിൽ പുതിയൊരു ആരോഗ്യ സംസ്കാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സദാസമയം അതിവിദഗ്ധരും പ്രമുഖരുമായ ഡോക്ടർമാരുടെ സേവനം, അത്യാധുനികവും നൂതനവുമായ സാങ്കേതിക വിദ്യയോട് കൂടിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒബ്സ്ട്രാട്രിക്സ്, ഗൈനക്കോളജി ആൻഡ് ഇൻഫെർട്ടിലിറ്റി, ഓർത്തോപീഡിക് ആൻഡ് സ്പോർട്സ് മെഡിസിൻ, ജനറൽ മെഡിസിൻ, ഡയബറ്റോളജി, ENT, ഹെഡ് ആൻഡ് നെക്ക് സർജറി, പീഡിയാട്രിക് ആൻഡ് നിയോനാറ്റോളജി, യൂറോളജി, പൾമനോളജി, ജനറൽ സർജറി, നെഫ്രോളജി, റേഡിയോളജി, എമർജൻസി മെഡിസിൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ, അനസ്തേഷ്യോളജി, ഡെർമറ്റോളജി, ജനറൽ കോസ്മെറ്റിക്സ് ആൻഡ് ഡെന്റിസ്ട്രി, ഗ്യാസ്ട്രോ എൻട്രോളജി തുടങ്ങി സർവസജ്ജമായ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നൂതന ചികിത്സാ രീതി ഇനി ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, SN പാർക്കിന് സമീപം, കണ്ണൂർ. കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം.